ഇപ്പോൾ ഗൾഫിലോ ഇല്ലെങ്കിൽ ഇവിടെ തന്നെയൊക്കെ ഏതെങ്കിലും രീതിയിൽ കൂടെ അല്ലെങ്കിൽ ലോട്ടറിയോ എന്തോ ആയിക്കോട്ടെ, നല്ലൊരു സമ്പത്ത് നിൽക്കുന്ന സമയത്ത് ഈ വാസ്തുവിനെ അല്ലെങ്കിൽ ഫെങ്ഷുവിനെയൊക്കെ വളരെയധികം ഇടിച്ച് താറടിച്ച് കാണിച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് തോന്നുന്ന രീതിയിൽ വീട് വയ്ക്കും. വീട് വെച്ചിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്കിതിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങുന്നത്. അപ്പോൾ പക്ഷേ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു പറയും, സാർ വാസ്തു ഒന്നും നോക്കിയല്ല അന്ന് നമ്മൾ വീട് വെച്ചത്, അന്നും ഇതിന് അത്രത്തോളം പ്രചാരമൊന്നും ഇല്ലായിരുന്നു, ഫെങ്ഷുയിക്കോ വാസ്തുവിനോ അത്രത്തോളം പ്രചാരമൊന്നും ഇല്ലായിരുന്നു, അന്ന് നമുക്ക് തോന്നി കണക്കുന്ന സമ്പത്തെക്കുറിച്ച് നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവില്ലായിരുന്നു, നമ്മളത് ചെയ്തു. അപ്പോൾ എവിടെയാണോ കക്കൂസ് വരേണ്ടത് അവിടെ കിണർ വരേണ്ടടുത്ത് കക്കൂസും സെപ്റ്റി ടാങ്കും ഒക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി വരും. അപ്പോൾ വാസ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫെങ്ഷുയി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ഘടകവിരുദ്ധമായിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വളരെയധികം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത്. അത് കുടിലായിരുന്നാലും കൊട്ടാരോ ആയിരുന്നാലും വീടെന്ന് പറയുന്നത് വീട് തന്നെയാണ്. അപ്പോൾ ജീവനുള്ള ഒരു വീടിനകത്തോട്ട് നമ്മൾ ചെന്ന് കയറപ്പോഴത്തേക്ക് നമുക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു സുഖം, ശാരീരികമായിട്ടുള്ള സുഖം, ബാക്കി എല്ലാ രീതിയിലുള്ള സൗഖ്യങ്ങളും കിട്ടാനുള്ളതാണ് വീടെന്ന് പറയുന്നത്. ആ വീട്ടിലോട്ട് ചേർന്ന് ആ വീടെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവരണമാണ്. ആദ്യത്തെ ആവരണം എന്ന് പറയുന്നത് നമ്മുടെ തൊലിയാണല്ലോ, പിന്നെ നമ്മളിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, മൂന്നാമത്തെ ആവരണം എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ്. അപ്പോൾ ആ വീടിനകത്തോട്ട് നമ്മൾ ചെന്ന് കയറപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഒരു ആശ്വാസമാണ് നമുക്കുണ്ടാകുന്നത്. ആ ആശ്വാസം കിട്ടേണ്ട സ്ഥലം എങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിലായിരിക്കണമെന്ന് ശരിക്കും ആലോചിച്ച് ഓരോ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ എന്ത് ശാസ്ത്രീയ അടിത്തറ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ് അതിനുള്ള കാരണം. അപ്പം നമുക്ക് എന്തായിരുന്നാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വടക്ക് വശത്തായിട്ട് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു കക്കൂസ് വയ്ക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് വേറ്റൊരു സ്ഥലത്തേക്ക് വെച്ചുകൂടാ? അത് വെച്ചുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു കന്നിമൂല എന്ന് പറയുന്നൊരു ഭാഗത്താണ് സാധാരണ രീതിയിൽ നമ്മുടെ ഭാരതീയ വാസ്തു അനുസരിച്ച് കേരളീയ വാസ്തു അനുസരിച്ച് നമ്മൾ തറക്കലിടാറുള്ളത്. ഒരു സ്വർണ്ണത്തിൻ്റെ തരി ഇട്ടിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. എന്തിനാ മൂല പുതിയ എഞ്ചിനീയേഴ്സ് വന്നിട്ട് അങ്ങനെ ഒരു കന്നിമൂല ഇല്ലാതെ, ഇല്ലെങ്കിൽ അവിടെ സ്ഥലമില്ലാതെ, ഇപ്പോൾ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് കേരളത്തിൽ, കാക്കനാടും നമ്മുടെ തിരുവനന്തപുരത്തും തൃശ്ശൂരുമായിട്ട് ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. ആ ഫ്ലാറ്റുകളിലൊക്കെ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗം കംപ്ലീറ്റ് അടച്ച് മൂടിക്കെട്ടിയതിന് ശേഷം സൗത്ത് വെസ്റ്റിനെ ഓപ്പണാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ആ വീട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചിലപ്പോൾ കടലിൽ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറായിരിക്കും. അപ്പോൾ കടലിൻ്റെ ആ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഓപ്പണാക്കിയിട്ട് സിറ്റ് ഔട്ട് ഇടുന്നു. പക്ഷേ അതെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ മനുഷ്യനെ വളരെയധികം വിവാഹം കഴിയാനുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് കഴിയാതിരിക്കുക, ഇല്ലെങ്കിൽ ബന്ധങ്ങൾ റിലേഷനിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാവുക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം ഈ വർഷം തന്നെ ഉദാഹരണത്തിന് പറഞ്ഞു വന്നാൽ തെക്ക് വരുന്ന ഒരു കോളം എടുത്തിട്ട് നോക്കുക. ഐശ്വര്യഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ സാർ, പേര് പറയൂ. നമസ്കാരം, പേര് പറയൂ. ഞാൻ ബൈജു മാത്യു, കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സാറോട് സംസാരിച്ചു. സാർ, ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ സൂര്യഭഗവാന്റെ നേരെയാണ് ബാത്റൂം സെറ്റ് ചെയ്തേക്കണമെന്ന് ഒരു ആൾ വന്നപ്പോ കണ്ടു പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ക്ലോസറ്റിന്റെ ദർശനം നേരെ നമ്മൾ ഇരിക്കുന്നത് നേരെ സൂര്യഭഗവാന്റെ അങ്ങോട്ടേക്കാണ്. അപ്പൊ വീട്ടിലേക്ക് ഒരു ഉയർച്ചകളും കാര്യങ്ങളും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് ക്ലോസറ്റിന്റെ അത് ഞാൻ ഓൾറെഡി ക്ലോസറ്റ് ആ ബാത്റൂം ഉപയോഗിക്കുന്നില്ല, വല്ല ഗസ്റ്റുകൾ വല്ലതും വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഉപയോഗിക്കാനായിട്ട് എനിക്ക് പ്രൈവറ്റ് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഔട്ട് സൈഡിൽ വേറെ ഒരെണ്ണമുണ്ട്, അതും ഈ ദർശനത്തിന്റെ വിപരീതമായിട്ട് വെച്ചേക്കണത്. അപ്പൊ മെയിൻ കോമൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ സൂര്യഭഗവാന്റെ നേരെ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒരു ആളുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ പറഞ്ഞു അത് ജീവിതത്തിൽ ഉയർച്ചകളും കാര്യങ്ങളും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് അല്ല, ഇപ്പൊ ഉയർച്ചയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊന്നും ചെയ്യേണ്ടതില്ല. ഒരു കുഴപ്പവും ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ നമ്മൾ അവിടെ കയറിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം, അതായത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരമുണ്ട്, പരിഹാരം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് താങ്കൾ പ്രത്യേകിച്ച് പരിഹാരത്തിനൊന്നും പോകേണ്ടതില്ല. എങ്കിലും വീടിന്റെ മധ്യഭാഗത്ത് കിഴക്ക് വശത്തായിട്ടാണ് കക്കൂസ് നിൽക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടണോ മറ്റോ ഇട്ട് മറച്ചു കൊടുത്താൽ ഏറ്റവും നല്ലത്. അതായത് വന്ന് കയറുമ്പോൾ ഒരു കാരണവശാലും ടോയ്ലറ്റ് കാണാൻ പാടില്ല. അത് കാണുന്നില്ല. പിന്നെ ഹാളിലേക്കുള്ള ക്ലോസറ്റിന് വെച്ച പൊസിഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ക്ലോസറ്റ് വെച്ച പൊസിഷൻ മാത്രം ഇരുന്ന് ക്ലോസറ്റ് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് നേരെ ഇങ്ങനെ നമ്മുടെ കിച്ചണിലെ അടുത്തൊക്കെ വെക്കത്തില്ല, ഡോറ് നേരെ കിഴക്കോട്ടുള്ള ദർശനത്തിലേ ഇരിക്കുന്നത്. അത് വടക്കോട്ടായിരുന്നു നല്ലത്. അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെങ്ഷുയി ആണെങ്കിൽ പോലും താങ്കൾക്ക് ഇപ്പം നല്ല ബിസിനസ്സും നല്ല കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല റിലേഷനും നല്ല സാമ്പത്തികവും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് താങ്കൾ ഇരിക്കുന്ന സ്ഥലത്തിനെ മാറ്റിമറിക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഫെങ്ഷുയി പറയുന്നത്. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നമുക്ക് റെമഡിയും ചെയ്യേണ്ട കാര്യമില്ല.
ഞാനൊരു ക്രിസ്ത്യനാണ്. നമ്മൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേ നമുക്ക് എന്നാലും ഒരു ചെറിയ വിശ്വാസം എനിക്കിതിലുണ്ട്. അല്ല, ഒരു കാര്യം പറയാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ജാതിയോ മതമോ വ്യത്യാസങ്ങളോ ഒന്നും നമുക്ക് ഫെങ്ഷുയിക്കില്ല. അതായത് താങ്കളുടെ ഈ ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും ഈ മറ്റേ കാഞ്ഞിരമറ്റത്തുമുള്ള ക്രിസ്ത്യൻസ് കംപ്ലീറ്റ് എന്നെ വിളിച്ചിട്ട് ഇത് ചെയ്യിക്കുന്നുണ്ട് ഒരുപാട് പേര്. പക്ഷെ അവർ ചെയ്യപ്പെടുത്തേക്ക് ഒരു കാരണവശാലും നമ്മുടെ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ വാസ്തു നോക്കി തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതിന് മതവും വർണ്ണ വിവേചനങ്ങളൊന്നുമില്ല. ഇതൊരു സയൻസാണ്, ഒരു അടിത്തറയുണ്ട് ഇതിന്. ആ അടിത്തറ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമുക്കിപ്പോൾ കിഴക്ക് വശത്തോ വടക്ക് വശത്തോ അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങപ്പെടുത്തേക്കോ അല്ലെങ്കിൽ താങ്കൾ ഉപയോഗിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങപ്പെടുത്തേക്കായിരിക്കും ചിലപ്പോൾ താങ്കളുടെ മറ്റു വേറൊരു ബെഡ്റൂം ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കുന്നത്. ഒരു മൂലകളിലും മധ്യഭാഗത്തോ അതായത് വടക്ക് വശത്തോ കിഴക്ക് വശത്തോ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ സൂര്യപ്രകാശം ഇപ്പോൾ ഏത് ഭാഗത്തും വരാം. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് കക്കൂസ് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ക്ലോസറ്റ് വെച്ചിട്ട് മാത്രം പൊസിഷൻ ഇരുന്ന് ബാത്റൂമിൽ പോകുമ്പോഴത്തേക്ക് ആ ഒരു ഇത് മാത്രം ഉള്ളായിരുന്നേ. അല്ല, എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന് പരിഹാരത്തിന് പോകണ്ട. അത് മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഈ ഡോറിന്റെ മുകളിലേക്ക് നമ്മൾ വെന്റിലേഷൻ വെക്കൂല്ലോ, ചെറിയ പൈപ്പുകൾ കട്ട് ചെയ്ത് വെക്കൂലോ. അപ്പൊ ഒരു ഭിത്തിക്ക് മറവ് വന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു പൊത്തി ഈ ഭിത്തിക്ക് ഇടാത്ത ഒരു കുറവായി പോയെന്ന് പറഞ്ഞു. ഞാൻ അടുത്തൊരു ഹാളിന്റെ മെയിൻ കയറി വരുന്ന ഡോറിന്റെ മുകളിലേക്ക് മൂന്ന് പൈപ്പുകൾ കട്ട് ചെയ്ത് വെന്റിലേഷൻ ആയിട്ട് വെക്കൂല്ലോ നമ്മള്. അപ്പൊ ആ വെന്റിലേഷൻ വെച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ഹാളിന്റെ നടുക്കായിട്ട് വേറൊരു ഭിത്തി കൂടി ഉണ്ട്. അപ്പൊ ആ ഭിത്തിയുടെ മുകളിൽ നമ്മുടെ ഭിത്തിയുടെ മുകളിലേക്ക് നമ്മുടെ പൂജാമുറിയുടെ പോലത്തെ രൂപങ്ങൾ വെച്ചേക്കുക. അവിടെ പൂജാമുറി പോലെ സെറ്റ് ചെയ്തേക്കുക ആ ഭിത്തിയിലേക്ക്. അപ്പൊ അതിന് ആ വായു സഞ്ചാരം ഈ ഹോൾ വഴി ഈ അല്ല, ഒരു കാര്യം ചെയ്യാമോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ അടുത്ത ദിവസം ഞാൻ കഞ്ഞിക്കുഴിയിൽ വരുന്നുണ്ട്. കഞ്ഞിക്കുഴി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നിട്ട് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് തരാം. ഒരു മന്ത്രവാദം പോലെ ഒരു തന്ത്രവാദം പോലെ ഒരു പൂജ പോലെ ഒരു മതവിശ്വാസത്തിന് എതിരായിട്ടുമല്ല ഞാൻ ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും വിളിച്ചാൽ മതി. നമ്പർ വിളിക്കും. അതേപറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സമയം. ഞാൻ നേരത്തെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അദ്ദേഹം പറഞ്ഞു, അതായത് വടക്ക് വശത്തിനെ പറ്റിയാണ് ചോദിച്ചു വന്നത്. ഈ പറഞ്ഞത് പിന്നെ വാസ്തു പ്രകാരമല്ല വീട് നിർമ്മിച്ചത്. ഇപ്പം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കാരണവശാലും ഇടിക്കലോ പുളിക്കലോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇതിനുള്ള റെമഡികൾ ചെയ്യാൻ ഫെങ്ഷുയിക്ക് കഴിയും. അതായത് ക്ഷയിച്ചു പോയ ജീവശക്തിയെ ചൈതന്യവത്താക്കുവാൻ ഫെങ്ഷുയിക്ക് കഴിയും. ബിംബങ്ങളിലൂടെ മാത്രമാണോ? ബിംബങ്ങളല്ല, ബിംബങ്ങൾ ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു ബിംബങ്ങളോ ഒരു സാധനങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അതിനുള്ള റെമഡികൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് വശത്തായിട്ട് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ പിന്നെ കൂടുതലും നമുക്ക് ഈ വിശ്വാസപ്രകാരം ഈ ആനിമൽ സൈനും മറ്റുമൊക്കെ വരുമ്പോഴത്തേക്ക് ആ വിശ്വാസപ്രകാരം കൂടുതൽ ആക്ടിവേറ്റ് ആക്കാനും കൂടുതൽ ശക്തി വരാനും ഊർജ്ജവൽക്കരണത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ വരുന്നത് ക്രിസ്റ്റൽ ആമയാണ്, ഈ ഇരിക്കുന്ന ക്രിസ്റ്റൽ ആമയാണ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ആമയെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വടക്ക് വശത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ തൊഴിലിന്റെ സ്ഥാനത്തിന് ഇല്ലെങ്കിൽ ബിസിനസ്സിനെയൊക്കെ വളരെയധികം ബൂസ്റ്റ് ചെയ്യാൻ ഈ വർഷം വടക്ക് വശം നമ്പർ 8 വരുന്നുണ്ട്. അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൽ ആകപ്പാടെ വരുന്നത് 350 രൂപയുടെ സാധനമേ ഉള്ളൂ. ക്രിസ്റ്റൽ ആമയാണത് ഈ സംഭവം. ഈ ക്രിസ്റ്റൽ ആമയെ നമുക്ക് അവിടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ വീടിന്റെ വടക്ക് വശത്തായിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. കോ നമ്പർ എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. അപ്പോൾ 8 നമ്പർ വരുമ്പോഴത്തേക്കും നമ്മളവിടെ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും അധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ വർഷം നമ്മുടെ വെൽത്ത് കോളം എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത. കാരണം നമ്പർ 2 വരുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ്. ആ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുള്ള പരിഹാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മെഡിസിൻ ബുദ്ധ. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ വീടുകളിലൊക്കെ ഞാൻ ഈ മെഡിസിൻ ബുദ്ധ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള വീടുകളിലെല്ലാം ഇവരെല്ലാം ചെയ്യേണ്ടത് ഇദ്ദേഹത്തിനെടുത്ത് കറക്റ്റ് ഈസ്റ്റ് നമ്മൾ ഇവിടെ മാറ്റി കൊടുക്കുക, സൗത്ത് ഈസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് മാറ്റി കൊടുക്കാന്നുള്ളത്. സാർ കഴിഞ്ഞ വർഷം പോയ വീടുകളിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ചിരിക്കുന്നത് ഈസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. അത് ഈസ്റ്റിൽ നിന്ന് നേരെ ഇത് വെക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത്. ഈ ഫെബ്രുവരി 4 ശേഷം ഈസ്റ്റിൽ നിന്ന് നേരെ ഇത് സൗത്ത് ഈസ്റ്റിലോട്ട് മാറും. അത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് വെക്കാം. അതുപോലെ തന്നെയാണ് ഈസ്റ്റാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല രണ്ടാമത്തെ സ്ഥാനം. നമ്പർ 1 വരുന്നത് ഈസ്റ്റിലാണ്, കിഴക്ക് വശത്താണ്. വടക്ക് കഴിഞ്ഞാൽ വടക്ക് വരുന്നത് പിന്നെ വരുന്നത് കിഴക്കാണ്. അപ്പൊ കിഴക്ക് വശത്തായിട്ട് നല്ല ഒരു വിക്ടറി ബാനർ എന്ന് പറയും. വിക്ടറി ബാനർ ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ആ വിക്ടറി ബാനർ എന്ന് പറയുന്നത് കിഴക്ക് വശത്താല് യോദ്ധാവിന്റെ ചിത്രം, ഹോന്യുവിന്റെ ചിത്രം ഒക്കെ നല്ല വിജയത്തിന്റേതായ ചിത്രങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണും, മറ്റേ ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ചിത്രം ഈസ്റ്റിൽ വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതൊക്കെ കടും നല്ല പച്ച നിറങ്ങളും നമുക്ക് അവിടെ കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കിഴക്ക് വശത്തായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഈ വീടിന്റെ റിനോവേഷനും കാര്യങ്ങളും ഒക്കെ നടക്കേണ്ട ഒരു വർഷം കൂടിയാണിത്.
കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് കൂടുതൽ വൃത്തിഹീനമായ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി നല്ല പെയിൻ്റൊക്കെ ചെയ്ത് നല്ല മോടി പിടിപ്പിച്ചാൽ ഈ വർഷം വളരെയധികം ബിസിനസ് പരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. കലാകാരന്മാർക്കൊക്കെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റേതായ ആശയങ്ങൾ, എൻ്റെ സ്വന്തമായ ആശയങ്ങളെ പുഷ്ടി പിടിപ്പിച്ചെടുക്കുന്ന രീതിയാണ്. അതിനൊക്കെ തന്നെ പല പല ആശയങ്ങളും ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിത്വത്തിൽ കൂടി ഉയർന്നു വരാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണിത്. ഓരോരുത്തർക്കും ഇപ്പോൾ ഒരാൾ ഇപ്പം രാജേഷ് എന്നെ നോക്കിയിട്ടായിരിക്കില്ല എന്നെ അതേപടി കോപ്പി അടിക്കുന്ന രീതിയിൽ രാജേഷിൻ്റെതായ ഒരു ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളിൽ എന്താണ് മറഞ്ഞിരിക്കുന്ന ആ ശക്തിയെ, ആ കലയെ, ആ ഒരു കഴിവിനെ വളരെയധികം പുറത്തു കൊണ്ടുവരാൻ പറ്റിയ ഒരു വർഷം കൂടിയാണ് ഈ വരുന്ന 2015 ഇപ്പൊ തുടങ്ങാൻ പോകുന്ന ഷീപ്പ് ഇയർ എന്ന് പറയുന്നത്. അതിൻ്റെതായ സ്വന്തമായ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ, സൃഷ്ടികളെ വളരെയധികം പുഷ്ടി പിടിപ്പിക്കാൻ പറ്റിയ ഒരു വർഷം കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ചിത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് വെക്കുന്നേക്കാൾ ചെയ്തു പോയ വീടുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രണ്ടാമത് പോകേണ്ട കാര്യം വരുന്നില്ല. അതിലേക്ക് വരാം, ഒരു കോളും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഐശ്വര്യഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ മാഡം, പേര് പറയൂ. എന്റെ പേര് ആശ എന്നാണ്. ഞാൻ നെടുമങ്ങാട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സാർ, സംസാരിച്ചോളൂ, പറയൂ. സാർ, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എന്റെ മകൻ 2-3 തവണ ആർമി റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴ് ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്? അതെ. അപ്പൊ വാടക വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും? അതുമായിട്ട് ബന്ധമില്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബന്ധം കാണാം. ഹലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഒരു റെമഡി മാത്രം ഒരു കൂടി പറഞ്ഞുതരാം. ഇപ്പൊ മകനെ എവിടെ ചേരണമെന്നാ, മിലിറ്ററിയിൽ ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അവന് മിലിറ്ററിയിൽ പോകുന്ന താല്പര്യം ഉണ്ടായിരുന്നു. 3 തവണ പോയിട്ട് വിജയിക്കാൻ കഴിഞ്ഞു. ഒരു കാര്യം ചെയ്താൽ മതി, ഒരുപാട് മിലിറ്ററിക്കാർ ഒരു കൂട്ടം. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതിനുള്ള നിങ്ങളുടെ വീടിന്റെ കാര്യങ്ങൾ പറയാൻ ഇപ്പൊ ഇതിൽ കഴിയില്ല. നേരിട്ട് കണ്ടാൽ മാത്രമേ ഓരോ വീടിനും വ്യത്യസ്തമായ രീതികളായിരിക്കും. അപ്പൊ അത് നേരിട്ട് കണ്ടാൽ മാത്രമേ എനിക്ക് പറയാൻ കഴിയും. ഇവിടെ ഇരുന്നിരിക്കാൻ മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ മകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പരിഹാരമായിട്ട് ഒരുപാട് മിലിറ്ററിക്കാർ നല്ല സന്തോഷവാന്മാരായിട്ട് നല്ല ശരിക്ക് സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം അവന്റെ ബെഡ്റൂമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളാകണമെന്നുള്ള ഒരു ആഗ്രഹം, ഒരു മൈൻഡ് പവർ അവന്റെ മനസ്സിലോട്ട് വരും. അങ്ങനെ ചെയ്തു നോക്കൂ. ഏറ്റവും നല്ലൊരു പരിഹാരമാണ്. ഒരു കാര്യം തന്നെ 100 പ്രാവശ്യം നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു മനസ്സിനകത്ത് നമ്മളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സത്യമായി മാറാൻ വേണ്ടി നമ്മൾ ദിവസവും 10 മിനിറ്റ് വീതം നമ്മൾ അതിനെപ്പറ്റി മാത്രം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. ആ ചിത്രങ്ങൾ മാത്രം മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. അതൊരു മൈൻഡ് പവറായിട്ട് മാറിയിട്ട്, ഒരു മാനസിക ശക്തിയായിട്ട് മാറിയിട്ട് ആ പട്ടാളക്കാരിൽ ഒരുവനായി മാറാൻ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും കഴിയും. അവിടെ നല്ലൊരു മിലിറ്ററിക്കാർ, ഒരുപാട് മിലിറ്ററിക്കാർ നിൽക്കുന്ന ഒരാളുടെ ഒരു ചിത്രം എടുത്തിട്ട് കിടക്കുന്ന റൂമിന്റെ എപ്പോഴും കാണുന്ന ഭാഗത്തായിട്ട് ഒട്ടിച്ചിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ആഗ്രഹം നടക്കും, യാതൊരു സംശയം വേണ്ട. ഓക്കെ മാഡം, ഓക്കെ. അതിനുള്ള പരിഹാരം അത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അതറിയാമോ, മൈൻഡ് പവർ എന്നൊരു സമ്പ്രദായമുണ്ട്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. മനുഷ്യന് ആഗ്രഹിക്കാൻ കഴിയുന്നത് മാത്രമല്ലേ അവന് ആഗ്രഹിക്കാൻ കഴിയൂ. ഒരു മനുഷ്യന് ചിന്തിക്കാനും ആഗ്രഹിക്കാനും കഴിയുന്നത് മാത്രമേ അവന് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പക്ഷെ നമുക്ക് പരിധികളുണ്ട്. നമുക്കിപ്പോൾ നാളെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതായെന്ന് വരില്ല. മോദി സാഹിബിനെ പോലെ ആ ഒരു കഴിവ് നമുക്കുണ്ടാവണമെന്നില്ല. പക്ഷെ അതല്ലാതെ അത് ചിലപ്പോൾ ആയിക്കൂടാന്നില്ല. പ്രവർത്തിക്കുക എപ്പോഴും. അതായത് നമ്മൾ എന്തെങ്കിലും അതൊക്കെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മളിപ്പോൾ രാഷ്ട്രീയ രംഗത്തായിരുന്നാലും സിനിമാ രംഗത്തായിരുന്നാലും ബിസിനസ് രംഗത്തായിരുന്നാലും ഓരോരുത്തർക്ക് വിദ്യ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചുള്ള ഓരോ പഠനങ്ങളാണ് വിദ്യ എന്ന് പറയുന്നത്. ഓരോരുത്തർ ഓരോ ഫീൽഡിൽ നിന്നിട്ട് അവരുടെ വേണ്ടിയിട്ടുള്ള വിദ്യ അഭ്യസിക്കുന്നു. അക്ഷരാഭ്യാസമായിരിക്കാം, മറ്റ് അഭ്യാസങ്ങളായിരിക്കും, ഏതായിരുന്നാലും അതിനാണ് വിദ്യ എന്ന് പറയുന്നത്. ആ വിദ്യ, അപ്പം ആ കഴിവുകളെ നമ്മളിപ്പോൾ ഒരാൾ പ്രശസ്തനായി മാറിയെങ്കിൽ, തടി കത്തുന്നുവെങ്കിൽ കത്താനുള്ളത് അതിലുള്ളത് കൊണ്ടാണ്. ഒരാൾ പ്രശസ്തനാവുന്നുവെങ്കിൽ പ്രശസ്തനാകാനുള്ളത് അയാളുള്ളത് കൊണ്ടായിരിക്കണം അയാൾ പ്രശസ്തനായത്, അല്ലെങ്കിൽ ആവില്ലല്ലോ. അപ്പം തടി കത്തണമെങ്കിലുള്ള തീർച്ചയായിട്ടും ആ തടിയിൽ എന്തെങ്കിലും കാണും അത് കത്താൻ വേണ്ടിയിട്ട്. അതുപോലെ പ്രശസ്തനാവണമെങ്കിൽ എന്തെങ്കിലും കാണും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്നിരിക്കട്ടെ, അയാൾ വിചാരിക്കട്ടെ എനിക്കെല്ലാം മതി, ഞാൻ പ്രശസ്തനായി കഴിഞ്ഞു. ഇപ്പൊ ACV ഞാൻ പ്രോഗ്രാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ACV എന്നെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്റെ പ്രോഗ്രാം കാണുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്നവർ, എന്നെ വിമർശിക്കുന്നവരുണ്ട്. വിമർശനമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആയുധമായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ സത്യസന്ധമായിട്ട് ഇങ്ങനെ തുറന്ന മനസ്സോടിയിട്ട് ഉറക്കെ സംസാരിക്കുന്നു. ഈ ഉറക്കെ സംസാരിക്കുന്നതിന്റെ മനസ്സിൽ ഒരിക്കലും കളങ്കം ഉണ്ടാവില്ല. അടക്കിപ്പിടിച്ച് സംസാരിക്കുന്നതിന്റെ മനസ്സിലായിരിക്കും എപ്പോഴും കളങ്കമുള്ളത്. തുറന്നു പറയുന്നത് എപ്പോഴും സത്യസന്ധനായിരിക്കും. സത്യമാണ് പറയുന്നത്.
അത് ഉള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്നത് എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചാൽ മതി. ആരോടും നമ്മൾ നിർബന്ധിക്കാറില്ല എന്നെ വിളിച്ചിട്ട് ഫെങ്ഷു ചെയ്യണമെന്ന്. വിളിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് അത് പോയിട്ട് ആ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളതാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒത്തിരി പഠിക്കാനും സാധിക്കും. ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ ഒന്ന് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ എനിക്ക് ഇതുപോലെ നിലനിൽക്കാൻ കഴിയൂ. അപ്പോൾ ഒരാൾ പ്രശസ്തനായി കഴിഞ്ഞാൽ ഞാൻ എല്ലാം ആയി കഴിഞ്ഞു എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നൊരു കാര്യമില്ല. വീണ്ടും വീണ്ടും ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ആ കഴിവുകളെ ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഞാൻ എൻ്റെ മനസ്സിൽ സ്വയം ഒരു തോന്നലുകളെ എൻ്റെ മനസ്സിലുള്ള ഞാൻ കണ്ടിട്ടുള്ള സത്യങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ നിന്ന് ഞാൻ വിട്ടുനിന്നാൽ വീണ്ടും നമ്മൾ പിന്തള്ളിപ്പോവും. അങ്ങനെ പിന്തള്ളാതിരിക്കണമെങ്കിൽ ഈ പ്രശസ്തരായവരും പ്രശസ്തരാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. എപ്പോഴും കർമ്മനിരതരായി നിൽക്കണം എപ്പോഴും. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള രംഗത്തല്ല, ബിസിനസ് രംഗത്തായിരുന്നാലും ഇപ്പൊ ഒരാൾ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു, അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ആൾ ബിസിനസ് തുടങ്ങി എന്നിരിക്കട്ടെ, അപ്പോൾ തന്നെ ഞാൻ ആകെപ്പാടിപ്പോയി അവിടെ ബിസിനസ് തുടങ്ങിപ്പോയി, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ മാറ്റത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. എന്തെല്ലാം ഉണ്ടോ അതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് പിടിച്ചു നിൽക്കാം. ഒരു കോളും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഐശ്വര്യഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ 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 സർ, പേര് പറയൂ. പേരും സ്ഥലം കൂടെ പറയൂ. രാജേഷ്. സ്ഥലം കൂടെ പറയൂ സർ. പേര് രാജേഷ്. സ്ഥലം എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ, വിളിക്കുന്ന സ്ഥലം കൂടെ പറയൂ. വിളിക്കുന്നത് ആലുവയിൽ നിന്നാണ്. ആലുവ. ഓക്കെ ഓക്കെ, സാറോട് സംസാരിച്ചോളൂ. പറയൂ സർ. ഞാൻ ആലുവയിൽ നിന്നാണ് വിളിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. പറയൂ കേൾക്കാം. വിളിക്കുന്നത് കേട്ടു, പറഞ്ഞാൽ മതി. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ. ആയിക്കോട്ടെ സാർ, ഞാനൊരു എന്റെ ഒരു ഫെങ്ഷു ഉണ്ട്. അത് ഞാനിങ്ങനെ സ്ഥലത്ത് പോയപ്പോ ഇതുപോലെ വാങ്ങിച്ചാണ്, ഒരു ബുദ്ധന്റെ ചിരിക്കുന്ന ഒരു പ്രതിമ. അപ്പൊ അത് ശരിക്കും അത് ഏത് ദിശയിലേക്കാണ് അത് വെക്കേണ്ടത് സാറേ വീട്ടില്? അത് ഈ വർഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെച്ചിട്ട് വീടിന് പുറത്തോട്ട് നോക്കി തിരിക്കുന്ന രീതിയിൽ വെക്കാം. ഇല്ലെങ്കിൽ വടക്ക് വശത്തായിട്ട് വെക്കാം, നോർത്തിൽ വെക്കാം. എന്തായാലും വന്ന് കയറുന്ന രീതിയിൽ, വന്ന് കയറുമ്പോൾ കാണുന്ന രീതിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല സ്ഥലത്താണ് വെക്കേണ്ടത്. താഴെ വെക്കാൻ പാടില്ല, നിലത്ത് വെക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. എവിടുന്ന ഈ പറഞ്ഞ എവിടുന്ന ആരെങ്കിലും കൊടുത്തു വന്ന് കയറപ്പോഴത്തേക്ക് കാണുന്ന രീതിയിൽ വെച്ചാൽ ആ ശരിക്കും നമുക്ക് ഐശ്വര്യം നിറഞ്ഞിരിക്കുന്ന ആ മുഖം കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ. താഴെ വെക്കാൻ പാടില്ല, നിലത്ത് വെക്കാൻ പാടില്ല. അല്ലാത്ത രീതിയിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ നമുക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ പഴയ രീതിയിൽ തന്നെ ഇതിന്റെ കാര്യമില്ല. അപ്പം വരാൻ പോകുന്ന വർഷം എന്ന് പറയുന്നത് 2015 വരാൻ പോകുന്നത്. ഫെബ്രുവരിയിലാണ് തുടങ്ങാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മൾ ഒന്നുകൂടെ ഓർത്തിരിക്കേണ്ടത്, എന്തെങ്കിലും റിനോവേഷനോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് വശത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തോളുക. പടിഞ്ഞാറ് വശത്ത് എന്തെങ്കിലും ചെയ്ത് നോക്കണം. അടുത്ത വർഷം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടതില്ല. അഥവാ പടിഞ്ഞാറ് വശത്താണ് നമ്മുടെ ബെഡ്റൂം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇരിക്കുന്നത് ഈ വരുന്ന വർഷം മുതൽ നമ്മൾ തീർച്ചയായിട്ടും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് നോക്കിയിരിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഇരിക്കുന്നതിന്റെ പുറകുവശം വടക്ക് കിഴക്ക് ഭാഗത്താകാൻ പാടില്ല. നമ്മൾ ഇരിക്കുന്നതിന്റെ വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ ഇരിക്കുന്നതിന്റെ പിന്നാമ്പുറത്തായാലേ നമ്മൾ തെക്ക് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ വടക്കുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെക്കോട്ട് നോക്കിയിരിക്കാം. അപ്പോൾ ഇരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ട്. അങ്ങനെ വടക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞു വരുന്നത് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഈ വർഷം വളരെയധികം നെഗറ്റീവാണ്. അത് ഗ്രഹനാഥന് വളരെയധികം മോശപ്പെട്ട ഒരു വർഷമാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവിടെ നമുക്ക് വെക്കാൻ പറ്റിയത് മറ്റേ റോസ് കോഴ്സാണ്. നല്ല റോസ് നിറത്തിലുള്ള ക്ലസ്റ്റർ എന്ന് പറയുന്നൊരു കല്ലുണ്ട്. അത് അടുത്ത പ്രാവശ്യം കൊണ്ട് കാണിച്ചുതരാം. അപ്പോൾ അത് വലിയ വിലയൊന്നുമില്ല, 300 രൂപ 350 രൂപ വിലയുള്ള. പക്ഷേ 1500-നും 2000-നും 10,000-നും 50,000-നും ഒക്കെ ഉണ്ട്. അതിന്റെ ആവശ്യമില്ല. ഓരോരുത്തർക്ക് സാമ്പത്തിക ശേഷി അനുസരിച്ച് നമുക്കൊരു പീസ് അവിടെ വെച്ചു കൊടുക്കുന്നത്, അവിടെ പ്ലേസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഐശ്വര്യഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഇങ്ങോട്ട് വിളിച്ചതല്ലേ? പറയൂ, പേര് പറയൂ. ഹലോ, സ്ഥലം കൂടെ പറയൂ. എവിടെ നിന്ന് വിളിക്കുന്നു? പാലക്കാട് നിന്നാണ്. എന്താണ്? പറയൂ എന്താണ്? ഹലോ, ഞങ്ങള് ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലം വാങ്ങിയിട്ട് 3 കൊല്ലമായി. പെട്ടെന്ന് വരട്ടെ. 3 കൊല്ലമായി വാങ്ങിയിട്ട്. ആ സ്ഥലത്ത് പോകാനേ തോന്നുന്നില്ല. അവിടെ പോയി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരി. എത്ര ഏക്കർ സ്ഥലമുണ്ട്?
ഒരു കാര്യം ചെയ്യും, ഞാൻ ഇറങ്ങിയതിന് ശേഷം വിളിക്കും, അതായിരിക്കും നല്ലത്. എന്താ സാറേ? ഞാൻ ഇറങ്ങിയിട്ട് വിളിച്ചാൽ ഒരു 2 മണിയാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, നമുക്ക് സംസാരിക്കാം. സാറിന്റെ ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി. പാലക്കാട്ടാണ്. അത് കുറച്ച് സ്ലോ ആണ്, അതൊക്കെ ഇങ്ങനെ പോകും. നല്ല ആൾക്കാരാണ് പാലക്കാടുള്ള. സാർ എനിക്കിപ്പോൾ ന്യായമായിട്ട് വേറെ സംശയം നേരത്തെ പറഞ്ഞതുകൊണ്ട്, ഇപ്പോൾ ഒരു വട്ടം നമ്മുടെ സാറോട് ഫെങ് ഷൂയി ചെയ്തു, പിന്നെ അവിടെ വീണ്ടും പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ആരോഗ്യത്തിനെ കാത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട്, ഇല്ലേ? ഒരുപാട് വരില്ലേ? ചിലപ്പോൾ ആയുഷ് എടുത്താണ് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി ചേർന്നിട്ട് ഓരോ വർഷവും 5000 രൂപ അല്ലെങ്കിൽ 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ അടയ്ക്കുന്ന ഒരു രീതി. എന്തിനാണ്? നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകൂറായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ശരീരത്തിന്റെ സംരക്ഷണം വേണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഒരു നല്ല സ്ഥലമായിരിക്കണ്ടേ? നല്ല ചുറ്റുപാടിൽ നിന്നല്ലേ നല്ല ചിന്താഗതിയും നല്ല മനസ്സും നല്ല ശരീരവും നല്ല ബുദ്ധിയും ഉണ്ടാവൂ. നല്ല ഊർജ്ജമുള്ള സ്ഥലത്ത് നിന്നല്ലേ, നല്ല എനർജി നിൽക്കുന്ന സ്ഥലത്ത് നിന്നല്ലേ നല്ല ചിന്തകളും നല്ല എല്ലാ രീതിയിലുള്ള നല്ല ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടും പോസിറ്റീവ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ താമസിക്കുന്ന വീടും നല്ല ചൈതന്യം നിറഞ്ഞതായിരിക്കണം. ഐശ്വര്യ ഭവനം എന്ന് പറഞ്ഞാൽ തന്നെ ആ ചൈതന്യം ഉണ്ടാവണം. ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. ഐശ്വര്യ ഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ. അപ്പൊ ആ ഐശ്വര്യ ഭവനം ഐശ്വര്യം നിറഞ്ഞതാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനൊക്കെ ഇപ്പൊ ഈ ഒരു വർഷം ഇപ്പൊ രാജേഷിന്റെ നമ്മുടെ ശാസ്താംകോട്ടയിലുള്ള വീട്ടിൽ ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ഇങ്ങനെയൊക്കെ ചെയ്യും. പ്രധാന വാതിലിന് നേരെ ഇങ്ങനെയുണ്ട്. ആ വാതിലിന്റെ പ്രധാന വാതിലിന് നേരെയായിട്ട് ചെറിയ ഒരു കൊന്ന വെച്ചിട്ടുണ്ട്. ആ കൊന്ന വാതിലിന് നേരെ വെക്കാൻ പാടില്ല. ആ കൊന്ന വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഞാൻ വരുമ്പോഴത്തേക്ക് അത് വളർന്ന് വലുതാവും. അപ്പൊ തടസ്സങ്ങൾ വീണ്ടും കൂടും. അതുകൊണ്ട് അവരത് മാറ്റി വെച്ചേക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് വീടിന്റെ മുമ്പിൽ വേറെ വീടുകളില്ലായിരുന്നു. തീർച്ചയായും മാറ്റങ്ങൾ വരാം. അപ്പൊ ആ ചുറ്റുപാടിന് തന്നെ മാറ്റങ്ങൾ വരികയാണ്. അപ്പൊ അന്ന് വീടില്ലായിരുന്നു. അടുത്ത പ്രാവശ്യം ഒരു വർഷം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടെ പുതിയതായിട്ടൊരു വീട് വന്നു. ആ വീടിന്റെ ഒരു സൺസൈഡിന്റെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൂർത്ത പോയിസൺ ആരോസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ചെറിയൊരു ആരോ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ നെഞ്ചിന്റെ ശരിക്കും നമ്മുടെ കൂമ്പിലായിരിക്കും വന്ന് കയറുന്നത്. അന്ന് വന്നപ്പോൾ അതില്ലായിരുന്നു. അന്ന് വന്നപ്പോൾ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴത് വന്നിരിക്കുന്നു. അപ്പൊ അന്ന് വന്നപ്പോഴത്തേക്ക് പടിഞ്ഞാറ് വശത്ത് ഒരു പക്ഷേ ഒന്നും ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ. അപ്പൊ ഈ വർഷം പടിഞ്ഞാറ് വശത്ത് എന്തെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ ഈ വർഷം അവിടെ പണി എന്തെങ്കിലും ചെയ്യാമോ? അടുത്ത ഒരു പക്ഷേ അന്ന് നമ്മൾ ചെയ്തതിന്റെ ഫലമായിരിക്കും ചിലപ്പോൾ ഈ ഒരു വർഷത്തിന് ശേഷം നമുക്ക് അടുത്ത വർഷം ഇതൊക്കെ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നു. അടുത്ത വർഷം അവിടെ ജനുവരിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വർഷം ഇവിടെ ചെയ്യാൻ പാടില്ല, ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം ശരീരം എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടിനെയും നമ്മൾ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ